കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ SDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രീകരിച്ചാണ് കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം മഞ്ചേശ്വരം SDP സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഉണ്ടായതെങ്കിൽ അതിനുശേഷം ഇപ്പോൾ SDP LDFിനെ പിന്തുണക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളും നിരന്തരമായ ചോദ്യങ്ങളും ചർച്ചകളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പേരാണ് SDP എന്നുള്ളത്. ഏതായാലും എന്താണ് വിഷയമെന്ന് നമ്മൾക്ക് പരിശോധിച്ചു നോക്കാം. ആദ്യം മഞ്ചേശ്വരത്ത് ഒരു SDP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പേരുമായി ബന്ധപ്പെട്ട് MK അഷ്റഫ് എന്ന സ്ഥാനാർത്ഥിയുടെ പേര്, അഷ്റഫ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയത്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ പിന്തുണക്കുകയും കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന നയസമീപനം സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ മാധ്യമമായ മീഡിയ വൺ ചാനലും അതിൻ്റെ അവതാരകരും അതിലെ ഏറ്റവും പ്രഗത്ഭ വ്യക്തിത്വമായ ദാവൂദിനെ പോലെയുള്ള ആളുകളുമൊക്കെയാണ് ഈ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം മാത്രം മീഡിയ വണ്ണിൽ SDP പിന്തുണ LDFിനാണോ എന്നുള്ള രീതിയിലുള്ളതുമായി ബന്ധപ്പെട്ട് 17ഓളം വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത്. മീഡിയ വണ്ണിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മീഡിയ പ്രൊപഗണ്ട പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, മീഡിയ വൺ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായ കാര്യമാണ്. നേരത്തെ മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ദാവൂദ് നടത്തിയ പരാമർശങ്ങളും വ്യാജങ്ങളും ഒക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് ദാവൂദ് ഇങ്ങനെ ഒരു ഗൂഢാലോചന തിയറി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ നടത്തിയ ചർച്ചയിൽ ചാനൽ അവതാരകനായ നിഷാദ് റാവുത്തർ SDP തീവ്രവാദികളുടെ വോട്ട് നിങ്ങൾ വാങ്ങുമോ, ഉത്തരം പറ എന്ന് നിരന്തരമായി CPMനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യുവിൻ്റെ കഥ പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫസലിൻ്റെ കഥ പറയുകയാണ്. മീഡിയ വൺ കരച്ചിലാണ് കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടേതല്ലാത്ത ഔദ്യോഗിക മാധ്യമമാണ് മീഡിയ വൺ. അതിൻ്റെ അവതാരകർ നിഷാദ് റാവുത്തർ ആയാലും SA അജിംസ് ആയാലും ദാവൂദ് എന്ന ജമാഅത്ത് ഇസ്ലാമി ഷൂറ അംഗം കൂടിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായാലും ഇവർക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണമെന്നുള്ള താല്പര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 തവണയും കേരളത്തിൽ LDFിൻ്റെ പിണറായി വിജയന്റെ ഭരണകൂടമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനിയൊരു തവണ കൂടി പിണറായി വിജയൻ അധികാരത്തിലേറിയാൽ നിലവിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന VD സതീശൻ അടക്കമുള്ള K സുധാകരൻ അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ അവരൊക്കെ BJPയിലേക്ക് പോകുമെന്നാണ് ഇവർ കരുതുന്നത്. ഈ പ്രശ്നം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അത് ഒരു വിഷയമാണ്. പിന്നെ വെൽഫെയർ പാർട്ടിക്ക് മുസ്ലിം ലീഗും UDFും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ വെൽഫെയർ പാർട്ടിയോട് സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ പറ്റിയാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഹകരണത്തോടു കൂടിയാണ് UDF പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ UDF മുമ്പോട്ട് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ UDF ചെയ്തിട്ടില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളുമായി ഇടതുപക്ഷമായി LDFുമായും വലിയ പ്രശ്നത്തിലാണ്. അത് നിരന്തരമായി ജമാഅത്ത് ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPMന്റെ നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. നേരത്തെ ജമാഅത്ത് ഇസ്ലാമി നിരന്തരമായി LDFിനെ പിന്തുണച്ചിരുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് UDFിലേക്ക് മാറിയെന്ന് മാത്രമാണ്. പക്ഷേ ഇവിടെ SDP മറുത്തൊരു തീരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കരുത്, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തുടങ്ങിയ ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടുകൾ SDP സ്വീകരിക്കണമെന്നുള്ള നയസമീപനമാണ് വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
മറ്റു മീഡിയകളിലും നിരന്തരമായി ചർച്ചകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിലൊരു സാമാന്യ മര്യാദ മറ്റു മീഡിയകൾ നടത്തുന്നുണ്ട്. ബിഗ് ടി വിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ SDPI പ്രതിനിധിയെ വിളിച്ചിരുന്നു. പക്ഷേ മീഡിയ വൺ ചാനലിൽ SDPIയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ SDPIയുടെ പ്രതിനിധിയെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നിഷാദ് റാവുത്തറിന്റെ ഘോരഘോരമായ പ്രസംഗങ്ങളായിരുന്നു. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിനും ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഈ മീഡിയ വണ്ണിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ പ്രാവശ്യം UDFന്റെ സർക്കാർ നിലവിൽ വരണമെന്ന ആഗ്രഹമുണ്ട്. അതവർക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിനൊന്നും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടതില്ല. അത് തീർച്ചയായും പക്ഷം പിടിച്ചുകൊണ്ടുള്ള LDF വിരുദ്ധ മാധ്യമ പ്രവർത്തകർക്കാണ്. LDFന്റെ സർക്കാർ വരരുതെന്നാണ് അവർ കരുതുന്നത്. അതിന് അവരുടേതായ കാരണങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് മീഡിയ വണ്ണിന് ഏതെങ്കിലും രീതിയിൽ LDF സർക്കാർ ദ്രോഹിച്ചോ, CPM ദ്രോഹിച്ചോ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവർക്കുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, ഇതൊക്കെ മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി CPMവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കന്മാരൊക്കെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ MA ബേബി മുതൽ അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ള ആളുകളോട് നിരന്തരമായ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകർ പോയിട്ട് അവിടുത്തെ LDFവുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് SDPI വോട്ട് വാങ്ങുമോ ഇല്ലേ, ഇതാണ് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കുത്തുതിരിപ്പൻ പരിപാടിയാണ് യഥാർത്ഥത്തിൽ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SDPI ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ചെയ്യണമൊക്കെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം വ്യക്തമാക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. LDFന് പിന്തുണ ഇതുവരെയും SDPI പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ 35ഓളം മണ്ഡലങ്ങളിൽ SDPI മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ SDPI CPMനാണ് വോട്ട് നൽകുക അല്ല എന്ന് വ്യക്തമായ കാര്യമാണ്. അതായത് SDPIക്ക് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കുന്നത്. 35 മണ്ഡലങ്ങളിൽ അവർ 2 മുന്നണികൾ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ പ്രമുഖമായ CPM അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ BJP പാർട്ടികളെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി ചില മണ്ഡലങ്ങളിൽ LDFന് വോട്ട് കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതായാലും അതിൻ്റെ സംസ്ഥാന നേതൃത്വം അതിൻ്റെ പരമ്പരാഗത നിലപാടും ഒക്കെ നേരത്തെ തന്നെ BJP അല്ലാത്ത ഏത് കക്ഷികളുമായും സഹകരണവും നീക്കുപോക്കുകളും രാഷ്ട്രീയ ധാരണകളും ആവാം എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള SDPIയുടെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും മീഡിയ വണ്ണിനുമൊക്കെ UDF അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതേ നിലപാട് SDPIയും സ്വീകരിക്കണമെന്നുള്ളത്, ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടുകൾ മാത്രമേ SDPI സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്. SDPIക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പറഞ്ഞു വരുന്നത് മഞ്ചേശ്വരം നിയമസഭ സീറ്റിൽ നിന്നും SDPI പിന്മാറി. പക്ഷെ അവിടെ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഞ്ചേശ്വരത്ത് പ്രത്യേകമായ ഒരു തീരുമാനം ഇല്ല. കേരളത്തിലെ മത്സരിക്കാത്ത 95 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഒരു നിലപാട് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഒരു നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അത് കേവലം മഞ്ചേശ്വരമോ അല്ലെങ്കിൽ നേമമോ എന്നുള്ള വ്യത്യസ്തമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു നിലപാടായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇനി UDFന് അധികാരത്തിൽ വരണമെങ്കിൽ SDPIയുടെ പിന്തുണ അത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ മതി. UDFന് അധികാരത്തിൽ വരണമെങ്കിൽ SDPIയുടെ പിന്തുണ ആവശ്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI UDFന് പിന്തുണച്ചു. ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന ഒരു പാർട്ടി നയസമീപനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും പിന്തുണ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷം ഇതേപോലെയുള്ള മാധ്യമ സമ്മർദ്ദങ്ങൾ ഉണ്ടായതിനു ശേഷം BD സതീശൻ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന്. തുടർന്ന് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി SDPI വിജയിച്ച പഞ്ചായത്തുകളിൽ അവരുടെ BJP അധികാരത്തിൽ വരുന്നതിന് തടസ്സം നിൽക്കാൻ വേണ്ടി SDPI കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്തു. പക്ഷേ ആ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയ ഉടനെ തന്നെ BD സതീശൻ നേരിട്ടിടപെട്ടുകൊണ്ട് SDPI പിന്തുണയോടെ കിട്ടിയ സ്ഥാനമാനങ്ങൾ രാജിവെക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. ആ പഞ്ചായത്തുകളിൽ അവരുടെ കോൺഗ്രസിന്റെ UDFന്റെ ആളുകളെ കൊണ്ട് രാജിവെപ്പിച്ച് BJPക്ക് ഭരണം കൊടുത്തു. ഇതാണ് BD സതീശൻ ചെയ്തിട്ടുള്ളത്. BD സതീശൻ നേരത്തെ RSSുമായിട്ട് ധാരണ ഉണ്ടാക്കുകയും അവരുടെ പിന്തുണ തേടിയതിൻ്റെ ഒക്കെ കാര്യങ്ങൾ RSSന്റെ നേതാക്കൾ പറയുന്നുണ്ട്. ഗോൾവാൾക്കറുടെ പടത്തിൽ വിളക്ക് കൊളുത്തുന്ന ദൃശ്യങ്ങൾ ഇന്നും കേരളീയ പൊതുസമൂഹത്തിലുള്ളതാണ്.
അഥവാ വി ഡി സതീശന് പരമ്പരാഗതമായിട്ട് തന്നെ ഒരു അത്തരം ഒരു നയസമീപനങ്ങൾ സ്വീകരിക്കുന്നയാളാണ്. അപ്പൊ അങ്ങനെയുള്ള വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഏതായാലും നിലവിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിക്ക് ആരെ വേണമെങ്കിലും പിന്തുണക്കാം. അതിനിങ്ങനെ മീഡിയ വൺ എന്തിനാണ് നിലവിളിക്കുന്നത്? മീഡിയ വണ്ണിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി എവിടെയും മത്സരിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. ഈ നാമമാത്രമായ സീറ്റുകളിലാണ് അതിനു മുമ്പിലും മത്സരിച്ചിട്ടുള്ളത്. നിരന്തരമായ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുമ്പോട്ട് പോക്ക് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടത്താൻ കഴിയുന്നില്ല. SDPI നടത്തുന്നത് പോലെ. SDPI പോലെയുള്ള പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലും വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അതിന്റെ ചൊരുക്ക് മുഴുവൻ SDPIയോട് തീർക്കുകയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഉദാഹരണത്തിന് SDPI DMK അലയൻസിലുണ്ട്. വെൽഫെയർ പാർട്ടി അവിടെ ചിത്രത്തിലേ ഇല്ല, ചർച്ചയേ ഇല്ല. അപ്പോൾ പരമ്പരാഗതമായിട്ട് SDPI അവരുടെ ഒരു പ്രവർത്തന മികവ് കൊണ്ട് സംസ്ഥാനത്തും ദേശീയ തലത്തിലും അവരുടേതായ പ്രസക്തി വർദ്ധിപ്പിക്കുമ്പോൾ വെൽഫെയർ പാർട്ടി എന്നുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ചിത്രത്തിലേ ഇല്ലാതെ ആവുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥകൾ കൂടിയാണ് മീഡിയ വണ്ണിനെയും അല്ലെങ്കിൽ അവരുടെ ചാനൽ അവതാരകരെയും ഒക്കെ ഇത്തരം ഒരു നയനിലപാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള കാരണം എന്നുള്ളത്. ഏതായാലും മീഡിയ വണ്ണിനും ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ UDF അധികാരത്തിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള പണികൾ ചെയ്തോളൂ. അത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിനെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല. UDFന്റെ PR ഏജന്റ് പണിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നാൽ മതിയാക്കും. അതിനെ PR വർക്ക് എന്നാണ് പറയേണ്ടത്. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് SDPI പോലെയുള്ള കേരളത്തിലെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാനൽ ചർച്ചകളിൽ നിരന്തരമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം. അത് LDFന് വോട്ട് കൊടുക്കണോ, UDFന് കൊടുക്കണോ, സ്വതന്ത്രമായി മത്സരിക്കണോ? ഇപ്പൊ ഏതായാലും 35 സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്നുണ്ട്. ഈ മത്സരിക്കുന്ന ഇടങ്ങളിലെ പറ്റി ഇവരുടെ നിലപാട് എന്താണ്? മത്സരിക്കുന്ന ഇടങ്ങളെ പറ്റി ഇവർ പറയുന്നത് അത് UDFനെ തോൽപ്പിക്കാൻ എന്നാണ്. അതായത് SDPI മത്സരിക്കുമ്പോൾ അത് UDFനെ തോൽപ്പിക്കാനാണ്, മത്സരിക്കാതിരിക്കുന്നത് LDFനെ ജയിപ്പിക്കാനാണ്. ഇങ്ങനെ തരം വളരെ വളരെ നിലവാരമില്ലാത്ത കാര്യങ്ങളാണ് മീഡിയ വണ്ണും അതിന്റെ അവതാരകരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഐഡികൾ തുടർച്ചയായി SDPIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് SDPIക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാം. അവരുടെ പരമ്പരാഗതമായ നിലപാട് തന്നെ അങ്ങനെയാണ്. BJP ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ധാരണകളും സഖ്യങ്ങളും വോട്ട് കൊടുക്കലും പിന്തുണ സ്വീകരിക്കലും ഒക്കെ ആവാം. അതിന്റെ ആദ്യഘട്ട തീരുമാനം തന്നെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ പ്രതിപക്ഷം അധികാരത്തിലേറുമ്പോൾ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നിലവിലുള്ള അവസ്ഥയിൽ UDF നിരന്തരമായി ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് LDF BJP ഡീല്, LDF SDPI ഡീല്, LDF PDP ഡീല് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണകൂടം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടത്തിയിട്ടുള്ള സർക്കാരിന്റെ നയസമീപനങ്ങളെ കുറിച്ചുള്ള ചർച്ചയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ മണ്ഡലത്തിലും അനിവാര്യമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് ഉണ്ടാവേണ്ടത്. പിണറായി വിജയന്റെ ഭരണകൂടം ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തെറ്റുകൾ തങ്ങൾക്ക് വോട്ടുകളാക്കി മാറ്റുക, അതിന് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുക എന്ന പണിയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് നടക്കാത്തതിന്റെ പേരിൽ SDPI എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് BJP എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രശ്നത്തെ മറ്റൊരു രീതിയിലാക്കി ചിത്രീകരിച്ച് വക്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നേടാമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. അല്ല എങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ UDF തയ്യാറാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. SDPIക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാം. അതിൻ്റെ പരമ്പരാഗതമായ നയനിലപാടുകൾ എന്നുള്ളത് BJP ഒഴിച്ചുള്ള ഏത് കക്ഷികളുമായും അവരുടെ താല്പര്യമാണത്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ടാകാം. BJP അല്ലാത്ത ഏത് കക്ഷികൾക്കും വോട്ട് ചെയ്യുന്നതും വോട്ട് കൊടുക്കുന്നതും പിന്തുണ സ്വീകരിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതുമൊക്കെ പ്രശ്നമല്ലാത്ത, അത്തരം പ്രശ്നങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. രാഷ്ട്രീയത്തിൽ ധാരണകളാവാം, പരസ്യമായ സഖ്യങ്ങളാവാം, രഹസ്യമായ സഖ്യങ്ങളാവാം.
BJP ഒഴിച്ചുള്ള എല്ലാ കക്ഷികളും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും കാണേണ്ടതില്ല. അതിൽ SDPIക്ക് എന്താണ് ലാഭം, മറ്റവർക്ക് എന്താണ് നഷ്ടം എന്നുള്ള ചർച്ചകളൊക്കെ അത് മറ്റൊരു കാര്യമാണ്. അത് അവരുടെ ആഭ്യന്തരപരമായ കാര്യമാണ്. അതിലൊന്നും ഇങ്ങനെ മീഡിയ വണ്ണും ഈ ചാനലുകാരും നിഷാദ് റാവുത്തറും അജിംസും ഒന്നും ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ദാവൂദ് സാഹിബിനും നല്ലോണം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ കാര്യമല്ലേ, അവർക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരിക്കും. ഏതായാലും നിലവിലുള്ള അവസ്ഥയിൽ UDFന് ഈസി വാക്ക് ഓവർ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ല ഇത് എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം അജണ്ടകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. കേരളത്തിലുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ ആർക്കാണോ ലഭിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.